ഹലോ കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെ വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വന്നിട്ട് എല്ലാവർക്കും ഒരുപാട് ഉപകാരപ്പെടുന്ന വീഡിയോ ആണ് കേട്ടോ. എല്ലാവരും ഇഷ്ടപ്പെടുന്നൊരു വീഡിയോ ആണ്. നമ്മളെ ശരീര സൗന്ദര്യം എന്ന് പറയുമ്പോൾ ഏതൊരു ആണിനായാലും പെണ്ണിനായാലും പ്രത്യേകിച്ച് പെണ്ണുങ്ങൾക്കില്ലേ, അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം നമ്മുടെ ശരീരം. എന്താ പറയുക, ശരീരത്തിൻ്റെ എല്ലാ കാര്യവും നമ്മൾ ശ്രദ്ധിക്കണം. അതോടൊപ്പം നമ്മൾ ഈ ഒരു കാര്യം കൂടെ ചെയ്യുകയാണെന്നുണ്ടല്ലോ, നമ്മൾ മുഖത്ത് എന്ത് തേക്കുകയാണെങ്കിൽ അതിൻ്റെ കൂടെ നമ്മൾ എല്ലാ നിസ്കാരത്തിന് ശേഷം ഈ ഒരു പ്രാർത്ഥന ഞാൻ കൊടുക്കുന്ന പ്രാർത്ഥന ചെല്ലുകയാണെങ്കിൽ മുഖത്തിന് നിറം കിട്ടാനോ ഐശ്വര്യം ഉണ്ടാവാനോ തിളക്കം ഉണ്ടാവാനൊക്കെ നല്ലതാണ് കേട്ടോ. ഇതാണ് ആ പ്രാർത്ഥന. ഈ ഒരു പ്രാർത്ഥന ഇല്ലേ, ഇന്നഹോ ഹുവ ബറു റഹീം, ഇന്നഹോ ഹുവ ബറു റഹീം. ഈ ഒരു പ്രാർത്ഥന 11 തവണ നമ്മളിങ്ങനെ രണ്ട് കൈ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് രണ്ട് കൈ ഇങ്ങനെ ഒരേപോലെ പിടിച്ചിട്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ കൈ ഇങ്ങനെ ഒടിക്കുമല്ലോ, ഒരു കൈയിൻ്റെ മുകളിൽ മറ്റേ കൈ അല്ലാതെ നമ്മൾ വെക്കൂലേ, രണ്ട് കൈ ചേർത്ത് പിടിച്ചിട്ട് ഇങ്ങനെ ആക്കൂലേ, ദുആ ചെയ്യൂലേ, അതേപോലെ വെച്ചിട്ട് നമ്മുടെ എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷവും ഈ ഒരു പ്രാർത്ഥന ഇന്നഹു ഹുവൽ ബറു റഹീം, ഈ ഒരു പ്രാർത്ഥന ഇല്ലേ 11 തവണ ചെല്ലാൻ ശ്രമിക്കുകയാണെന്നുണ്ടല്ലോ നമ്മളെ മുഖത്ത് നല്ലൊരു മാറ്റം വരും. അതോടൊപ്പം നമ്മളില്ലേ തഹജ്ജുദ് നിസ്കരിക്കുക, സുബഹിൻ്റെ ഒരു 10-20 മുമ്പ് എണീച്ചാൽ മതിയല്ലോ. തഹജ്ജുദ് 2 റക്അത്തൊക്കെ നിസ്കരിക്കാൻ ശ്രമിക്കുക. അതേപോലെ ളുഹാ നിസ്കാരം നിസ്കരിച്ച് നമ്മുടെ ശരീരത്തിൽ നിന്ന് കിട്ടുന്ന ഗുണങ്ങളുണ്ടല്ലോ, ശാരീരികമായിട്ടുള്ള എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും അല്ലാഹു മാറ്റിത്തരും. പിന്നെ ഞാൻ സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ എന്താ പറയുക 2 റക്അത്തിൽ കൂടുതൽ നിസ്കരിക്കാറുണ്ട്. അപ്പം വീട്ടിൽ പല പണികളുടെ ഇടയിൽ കൂടെ പോയിട്ട് നിസ്കരിക്കുന്നൊക്കെ ഒരാളെങ്കിൽ 2 റക്അത്ത് നിസ്കരിക്കാൻ ശ്രമിക്കുക കേട്ടോ. പിന്നെ ഉളൂഹ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. ഉളൂഹ് ചെയ്യുമ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ഉളൂഹ് ചെയ്താൽ ഉളൂഹിൻ്റെ വെള്ളം കറക്റ്റ് നമ്മൾ മുഖത്ത് തട്ടുക, ചെല്ലേണ്ട കാര്യങ്ങളൊക്കെ ചെല്ലി ഉളൂഹ് ചെയ്താലും നമ്മൾ മുഖത്തിന് ഐശ്വര്യം കിട്ടും. വലിയ മഹാന്മാരൊക്കെ കാണില്ലേ, അവർ മുഖത്തുള്ള തിളക്കമില്ലേ, അത് അവരൊന്നും തേച്ചുകൊണ്ടോ ഒരു ക്രീമും തേച്ചുകൊണ്ടോ അല്ല, അവരെ നിസ്കാരത്തിനും ഉളൂഹിനും ശ്രദ്ധിക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ എല്ലാ ഫർദ് നിസ്കാരത്തിന് ശേഷം ഈ ഒരു പ്രാർത്ഥന 11 തവണ ചെല്ലി മുഖത്ത് തടവുക. അങ്ങനെ എല്ലാ നിസ്കാരങ്ങളും ശേഷം ഇങ്ങനെ ചെയ്താണ്ടല്ലോ നിങ്ങൾക്ക് തന്നെ അറിയാം നിങ്ങളുടെ മുഖത്തുള്ള മാറ്റം. പിന്നെ നമ്മളെ മുഖത്തിന് ഐശ്വര്യം ലഭിക്കും, നിറം കിട്ടും. അതുപോലെ മറ്റൊരാൾ നമ്മളെ മുഖത്തേക്ക് നോക്കുമ്പോൾ നമ്മളെ മുഖത്ത് ഇങ്ങനെ ഇരുണ്ട് പിടിച്ച് കാണൂല. കുറേ കളറുണ്ടായിട്ടോ കുറേ ഇതുണ്ടായിട്ടല്ല, കുറേ നല്ല കളറുള്ള ആളെ മുഖത്തും ഐശ്വര്യം നഷ്ടപ്പെട്ടു പോയാൽ അല്ല നമുക്ക് തന്നെ അറിയാം, നോക്കുമ്പോഴത്തേക്ക് മുഖത്തിനൊരു പ്രകാശം തിളക്കും, ഐശ്വര്യം ഉണ്ടാവില്ല. അല്ലാഹു നമ്മളെല്ലാവരെയും കാക്കട്ടെ. ഈമാനിൻ്റെ വെളിച്ചം, ഈമാനിൻ്റെ പ്രകാശം, ഈമാനിൻ്റെ ഐശ്വര്യം നമ്മുടെ മുഖത്തിന് അല്ലാഹു, ഹൃദയത്തിനും മുഖത്തിനും അല്ലാഹു നൽകട്ടെ. പിന്നെ അത് ചെയ്യട്ടോ, ഞാനിത് ചെയ്യാറുണ്ട് അൽഹംദുലില്ലാഹ്. അപ്പോൾ എല്ലാവരും ചെയ്യാൻ ശ്രമിക്കുക. അപ്പം എന്താ പറയുക, എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷം സുബഹിക്കും ളുഹറിനും അസറിനും മഗ്‌രിബിനും ഇശാഇനൊക്കെ 11 തവണയെങ്കിലും ചെല്ലിയിട്ട് 11 തവണ ചെല്ലിയിട്ട് 2 ഉള്ളം കയ്യിൽ ഊതുക, മുഖം മൊത്തം തടവുക, ഈ ഒരു നിയത്തും വെക്കുക. അതിൻ്റെ കൂടെ നിങ്ങളൊരു ദിവസം ഒരു 100 തവണയെങ്കിലും യാ നൂറ് യാ അല്ലാഹ്, യാ നൂറ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ പ്രകാശം എന്നാണ്. യാ നൂറ് യാ അല്ലാഹ്, യാ നൂറ് യാ അല്ലാഹ്, യാ നൂറ് യാ അല്ലാഹ് എന്ന് പറഞ്ഞിട്ട് അതേപോലെ തന്നെ കൈകളിൽ ഊതിയിട്ട് നമ്മൾ മുഖം തടവുക കേട്ടോ, നെഞ്ചിൽ ഊതും ചെയ്യുക. അങ്ങനെ ചെയ്താണ്ടല്ലോ നമ്മളെ മുഖത്തിന് നല്ല പ്രകാശം, മുഖത്തിനും ഹൃദയത്തിനൊക്കെ നല്ല പ്രകാശം ഉണ്ടാവും. മറ്റൊരാളോട് കുശുമ്പും അസൂയയും വെറുപ്പുള്ള ആളെ മുഖം നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലേ. പിന്നെ അല്ലാഹു നമ്മളെ കാക്കട്ടെ. അപ്പം ഈ ഒരു കാര്യങ്ങൾ ചെയ്ത് നോക്കട്ടെ. നിങ്ങൾ എന്ത് മുഖത്ത് തേച്ചോ, പക്ഷേ അതിൻ്റെ കൂടെ ഇതും കൂടെ ചെയ്താണ്ടല്ലോ ഇരട്ടി പ്രതിഫലം കിട്ടും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നമ്മുടെ മുഖത്തിന് മറ്റൊരാൾ കാണുമ്പോൾ നമ്മളെ മുഖം കാണുമ്പോൾ നമ്മുടെ മുഖം എന്താ അങ്ങനെയെന്നുള്ള പറയുന്നൊരവസ്ഥ ഇല്ലാതെ എല്ലാ ഐശ്വര്യമുള്ള മുഖം, ചിരിച്ചുകൊണ്ടുള്ള മുഖം നമുക്ക് അല്ലാഹു നൽകട്ടെ. അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. അതേപോലെ എന്തെങ്കിലും ഒന്ന് കമൻറ്റ് ഇടുക, മാഷാ അല്ലാഹ് അൽഹംദുലില്ലാ അല്ലാഹു അക്ബർ എന്തെങ്കിലും ഒന്ന് കമൻറ്റ് ഇടുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ നല്ലതായിട്ട് തോന്നിയാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണേ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.